ഏതാ കുട്ടി? ഏതാ കുട്ടിയോ? ആ കുട്ടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് മറ്റേ എന്റെ വീടിനടുത്ത് മറ്റേ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കുട്ടിയില്ലേ, അവളത്. അയ്യോ പാവം, ഒറ്റയ്ക്ക് താമസമൊക്കെ എന്തൊരു കഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഒരു ജീവിതം. മോളെ ആദ്യമേ മനസ്സിലായോ? എനിക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാട്ടോ. നിങ്ങളുടെ വീട്ടിലെ കാര്യമൊക്കെ ഇപ്പൊ എങ്ങനെയാ നടക്കുന്നേ? മോൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നതൊക്കെ? പഠിത്തത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അതിനൊക്കെ എവിടെയാ നിങ്ങൾക്ക് പൈസ? മോൾ ഇനി അധികം വൈകിക്കാനും നിൽക്കണ്ട. ഇതൊന്നും നല്ല ഏതെങ്കിലും ആലോചന നോക്കി കെട്ടിപ്പോയിക്കോന്ന് നോക്കോ. അത് മാത്രല്ല, നല്ല ആലോചനയൊക്കെ വരാൻ ചാൻസ് വരാം മോളെ. ഈ അച്ഛനമ്മയും മരിച്ച കുട്ടീന്നൊക്കെ പറയുമ്പോ ആരാ ഇപ്പൊ നല്ല ആലോചന കൊണ്ടൊക്കെ വരിക? ചേച്ചി ഒന്ന് നിർത്തിക്കേ, കുറെ നേരമായി ഞാനിത് കേട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. മോളെ, ഞങ്ങൾ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഈ പറയുന്നത്? എന്നും നല്ലതിനാണ് ചേച്ചി പറയുന്നത്. ഈ കാണുന്നിടത്തൊക്കെ വിളിച്ചു പോയി നടക്കുന്നത് ഞങ്ങളുടെ നല്ലതിനാണോ ചേച്ചി പറഞ്ഞുകൊടുക്കുന്നത്? ഇതുവരെ ഞാൻ ചേച്ചിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈയൊന്നും നീട്ടിട്ടില്ലല്ലോ എന്നെ സഹായിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ എന്നെ കെട്ടിക്കാൻ നടക്കുന്ന നേരം കൊണ്ട് ചേച്ചിന്റെ കാര്യം നോക്കി വീട്ടിലിരിക്കാൻ നോക്കും. ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നു. ഇതിന് നിങ്ങൾ ഇനി എന്നെ വേണമെങ്കിൽ അഹങ്കാരിന്നോ തലകരിച്ചോന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. ഇനി എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞെടുത്തിട്ടില്ല, ഇതായിരിക്കില്ല എന്റെ വായിൽ കേൾക്കുക. അതുകൊണ്ട് ചേച്ചി തൽക്കാലം പോവാൻ നോക്ക്.